ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഗ്രേ കളർ ബ്ലൗസിൻ്റെ ഡിസൈനാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ നെക്ക് ലൈൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടിങ് ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഒരു ലെയർ. അപ്പോൾ അവർക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള, അതായത് 550-600 റേഞ്ചിനുള്ള വർക്ക് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കസ്റ്റമർ. അപ്പോൾ അവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് മതി എന്നുണ്ട്. അപ്പോൾ ആ കണക്കിനുള്ള ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇന്ന് എടുത്തിരിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇന്നത്തെ വർക്ക് ഫുള്ളായിട്ടും കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ, ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം രണ്ട് കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് പോകുന്നത്. നമുക്കത് നോക്കാം. ഈ കാണുന്നത് പോലെ തന്നെ ഇതാ കണ്ടോ, ഇതുപോലെ ത്രെഡ് എടുത്ത് 2 കട്ട് ബീഡ്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്റ്റിച്ചും ഒരു ലോക്കും കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, 2 കട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ 2 കട്ട് ബീഡ്സ് ഇട്ട് കൊടുത്ത് വീണ്ടും നമ്മളിതാ ഈ കാണുന്നത് പോലെ കണ്ടോ ഒരു വി ഷേപ്പ് വന്നില്ല, അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തൊന്ന് ചരിച്ചാണ് കൊടുക്കുന്നത്, എങ്കിലേ കറക്റ്റ് നമുക്ക് വി ഷേപ്പ് കിട്ടുള്ളൂ. കണ്ടോ, അതും 2 കട്ട് ബീഡ്സ് വീതമാണ് ചെയ്തെടുക്കുന്നത്. കണ്ടോ, 2 കട്ട് ബീഡ്സ് വീതം വീണ്ടും കോർത്ത് കൊടുത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നു. ഇതുപോലെ തന്നെയാണ് കഴുത്ത് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി ഇതിൽ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇപ്പോൾ ആരി വർക്ക് ക്ലാസ്സിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. അപ്പോൾ ആ കണക്കിനുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പുതിയ കുറച്ച് കൂട്ടുകാരെ നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയുന്നതിൽ. ഈ കമൻറ്റുകളിലെല്ലാം ചേർത്ത് ഒരു വീഡിയോ ആക്കി ഇടാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടു, ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച്, പിന്നീട് ഈ കട്ട് ബീഡ്സ് ഉപയോഗിച്ച് ഈ ഡിസൈനും ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാലൻസ് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഈ കാണുന്ന ഡിസൈനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കുന്നത്. ഇനി ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു പീസ് പേപ്പർ എടുത്ത ശേഷം ഇതുപോലെ ട്രേസ് ചെയ്ത് വരച്ചതിന് ശേഷം ഇത് നിശ്ചിത അകലം വിട്ടതിന് ശേഷം അതിൽ ട്രേസ് ചെയ്ത് കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്ത് വരച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഇത് മിക്കവാറുള്ള എല്ലാവർക്കും സിമ്പിളായിട്ട് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും അങ്ങനെ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കാണ് ഞാൻ ഈ പറയുന്നത്. ഇതുപോലെ വരച്ചെടുക്കാവുന്നതാണ്. ട്രേസ് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ ഉള്ള വീഡിയോസ് ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും ട്രേസ് ചെയ്യാൻ അറിഞ്ഞുകൂടാമെങ്കിൽ അതൊന്ന് കയറി കണ്ടു നോക്കുക. ഞാൻ ഈ കാണുന്നത് പോലെ തന്നെ ഡിസൈൻ എല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതിപ്പോൾ ഒരിടത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതേ മെത്തേഡിലാണ് ബാക്കി ഡിസൈൻ എല്ലാം ചെയ്തെടുക്കുന്നത്. കൂടുതലും നമ്മൾ കട്ട് ബീഡ്സാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സീക്വൻസും ചെറിയൊരു വൈറ്റ് കളർ ബീഡും ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ ഓരോന്ന് വീതം വേണമെങ്കിൽ കട്ട് ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ 2 കട്ട് ബീഡ്സ് വീതം വെച്ച് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ആദ്യത്തെ ചെറിയൊരു കൊടി പോലെ വരുന്ന ഭാഗത്ത് കട്ട് ബീഡ്സ് വെച്ച് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഔട്ട്ലൈൻ കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഫുള്ളായിട്ട് അതാണ് ചെയ്യുന്നത്. ആ 2 കൊടിയും അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ. ഇതിപ്പോൾ എല്ലാവർക്കും സാധാരണ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്പീഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിലാർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസ് കണ്ടു നോക്കിയാൽ മതി. അതിൽ ക്ലിയറായിട്ട് ഈ കട്ട് ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു 4 കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു സീക്വൻസ്. അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ.
അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ 4 കട്ട് ബീഡ്സും ഒരു സീക്വൻസ്. കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഒരു കട്ട് ബീഡ്സ്, 2 കട്ട് ബീഡ്സും ഒരു വൈറ്റ് കളർ ഷുഗർ ബീഡ്സും ആണ് കൊടുക്കുന്നത്. 2 കട്ട് ബീഡ്സ് ഒരു വൈറ്റ് കളർ ഷുഗർ ബീഡുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടോ? അത് കഴിഞ്ഞ് സെൻറ്ററിൽ 2 കട്ട് ബീഡ്സും ഒരു സീക്വൻസും ആണ് കൊടുക്കുന്നത്. കണ്ടോ? ഒരു സീക്വൻസാണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഓവറോൾ ഫുള്ളായിട്ടുള്ള ഡിസൈനും ചെയ്തെടുക്കുന്നത്. എന്നിട്ട് സെൻറ്ററിൽ അതായത് 2 ഇതിൻ്റെ നടുക്കായിട്ട് ഒരു വൈറ്റ് കളർ ബീഡും അതിന് ചുറ്റിന് ഈ കട്ട് ബീഡ്സുമാണ് കൊടുത്തെടുക്കുന്നത്. കണ്ടോ? ഇതുപോലെയാണ് ഓവറോൾ ഡിസൈൻ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. കണ്ടോ? ഇതുപോലെ ബാക്കിയെല്ലാം. കണ്ടോ? ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ? ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് തന്നെ ഇനി നെക്ക് മാത്രമേ തീർന്നുള്ളൂ. ഇനി സ്ലീവും ഫ്രണ്ട് നെക്കും കിടക്കുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്ത് തീർത്തതിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ഇതിപ്പോൾ നെക്കിൻ്റെ വീഡിയോ മാത്രം ഇന്നത്തെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.